Good morning all. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് കൺട്രോളിങ് അലൈൻമെൻറ്റ് ഓഫ് റോഡ്സ് ആൻഡ് എൻജിനീയറിംഗ് സർവീസ് ഫോർ ഹൈവേ ലൊക്കേഷൻസ്. ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം there are some basic requirements of the highway alignment in plain and hill roads which must be fulfilled. കുറച്ച് ബേസിക് നമ്മൾ ഒരു ഹൈവേ അലൈൻമെൻറ്റ് തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ഫുൾഫിൽ. ഇൻ ജനറൽ ബേസിക് റിക്വയർമെൻറ്റ്സ് ആർ ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ഈസി, സേഫ് ആൻഡ് എക്കണോമിക്. ഈ 4 കാര്യങ്ങളാണ് ബേസിക്കായിട്ട് വേണ്ടത്. നമ്മൾ ഹൈവേ നമ്മൾ അലൈൻ ചെയ്യേണ്ടത് ഷോർട്ടായിരിക്കണം, മാക്സിമം ഷോർട്ടായിരിക്കണം, ഈസി, നമുക്ക് ഈസി ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റണം, അതിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ സേഫ് ആയിരിക്കണം, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഷുഡ് ബി വെരി എക്കണോമിക്. ഷോർട്ട് മീൻസ് ദ അലൈൻമെൻറ്റ് മസ്റ്റ് ബി ഷോർട്ടസ്റ്റ് ഓഫ് ദി വേരിയസ് ആൾട്ടർനേറ്റീവ് അവൈലബിൾ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ ഏറ്റവും ചെറുതായിരിക്കണം. അപ്പോൾ ഏറ്റവും ചെറുതായുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറക്കാൻ പറ്റും. Of course, the shortest path between any 2 points is a straight line, but the topography of the area or other factors may necessitate it to do divert and take some other route. But as far as possible, it should be kept minimum. അപ്പോൾ നമുക്ക് കഴിയുന്ന അത്ര എന്ത് ചെയ്യണം, നമ്മളെ ഹൈവേ ഷോർട്ടായിട്ട് അലൈൻ ചെയ്യണം. അപ്പോൾ ഷോർട്ടായിട്ട് അലൈൻ ചെയ്യാനൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ അതിന് പോകുന്ന ഓപ്പറേഷൻ കോസ്റ്റും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എല്ലാം ചെറുതായിരിക്കും. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസി മീൻസ് ദ അലൈൻമെൻറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ദ റോഡ് മസ്റ്റ് ബി ഈസി ടു കൺസ്ട്രക്ട് ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ഓർ റിപ്പയർ. അപ്പോൾ ഈസി ടു കൺസ്ട്രക്ട് ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കണം. ഇഫ് ദ കർവ്സ് ആർ ലാർജ് റേഡിയസ് ആൻഡ് ഗ്രേഡിയൻറ്റ് ഈസ് ജെൻറ്റിൽ ഇറ്റ് വുഡ് ബി ഈസി ടു കൺസ്ട്രക്ട് ദി റോഡ് റാദർ ദാൻ ദി ഓപ്പോസിറ്റ്. നമ്മൾ ലാർജ് റേഡിയസിൽ ഷാർപ്പ് റേഡിയസിന് പകരം ലാർജ് റേഡിയസ് അതുപോലെ തന്നെ ജെൻറ്റൽ ഗ്രേഡിയൻസ് ഒക്കെ കൊടുത്താൽ വളരെ ഈസി ആയിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി സേഫ്റ്റി ഷുഡ് ബി ആൾസോ എ കൺസേൺ. ആൻഡ് സേഫ്റ്റി ഈസ് അഗെയിൻ ദി ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് ദി ഹൈവേ അലൈൻമെൻറ്റ് ആൻഡ് ദി സ്പെഷ്യൽ കെയർ മസ്റ്റ് ബി taken to align the road in such a way that it must have safer or minimum side distance. Radius of the curve means the geometrical design features like side distance, radius of the curve and gradient of the road should be given special attention. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യണം, ഒരു സേഫ്റ്റി കൺസേൺ എപ്പോഴും വേണം. അപ്പോൾ അതിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ സേഫായിരിക്കണം. നമ്മൾ ജോമെട്രിക് ഡിസൈനൊക്കെ ആസ് പെർ ദി സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതി കിട്ടത്തക്ക രീതിയിലുള്ള അലൈൻമെൻറ്റാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് economic means road alignment must be designed to have initial cost of construction, maintenance cost and vehicle operation cost to a minimum. നമ്മൾ ഒരു കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാത്രമല്ല നോക്കേണ്ടത്, നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓവറോൾ കോസ്റ്റാണ് നോക്കേണ്ടത്. ദാറ്റ് മീൻസ് ദ കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ നോക്കണം. ആൾസോ ദി ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ ഷുഡ് ബി ചെക്ക്ഡ് ബിഫോർ ആൻഡ് ഇറ്റ് മേ ബി ഡിക്രീസ് ദി ഓവറോൾ കോസ്റ്റ്. There must be balance in cutting and filling on the alignment of the road. അപ്പോൾ നമ്മൾ ഓവറോൾ കോസ്റ്റ് ഏറ്റവും മിനിമം ആക്കുന്ന രീതിയിലായിരിക്കണം എന്ത്, നമ്മൾ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ അലൈൻമെൻറ്റിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എല്ലാം വരുന്നത്. ഇനി സം അതർ ബേസിക് റിക്വയർമെൻറ്റ്സ് എസ്പെഷ്യലി ഓൺ ഹിൽ റോഡ്സിൽ വരുന്ന ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ്. ഡ്രെയിനേജ് നോക്കണം. Drainage of the road must be kept in mind and it must be ensured that enough drainage structure can be built on route. As far as possible, alignment must avoid the drainage work, means it must have the minimum number of drainage work. അപ്പോൾ ഡ്രൈനേജ് സ്ട്രക്ചേഴ്സ് ഇനഫ് ആണോ എന്ന് എന്ത് ചെയ്യണം, വി ഹാവ് ടു ചെക്ക്. അത് നമ്മൾ ഹിൽ റോഡ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മിനിമം റെസിസ്റ്റിംഗ് ലെങ്ത്, the unnecessary rise and fall of the gradient must be minimized to reduce the cost of length of road. അപ്പോൾ റെസിസ്റ്റിംഗ് ലെങ്ത്, നമ്മൾ ട്രാക്ഷൻ റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കണം എന്ത് നമ്മൾ
അതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് അൺനെസസറി ആയിട്ടുള്ള റൈസ് ആൻഡ് ഫോൾ ഒന്നും പാടില്ല. ഇനി ഫാക്ടേഴ്സ് കൺട്രോളിങ് അലൈൻമെൻറ്റ്, സെർട്ടൻ ഫാക്ടേഴ്സ് ദാറ്റ് ആർ കൺട്രോളിങ് അലൈൻമെൻറ്റ്. കുറച്ച് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അലൈൻമെൻറ്റിനെ കൺട്രോൾ ചെയ്യും. ദാറ്റ് ഈസ് അങ്ങനത്തെ ഒരു ഫാക്ടറാണ് ഒബ്ലിഗേറ്ററി പോയിൻറ്റ്സ് എന്ന് പറയും. ഒബ്ലിഗേറ്ററി പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ആർ ദി കൺട്രോൾ പോയിൻറ്റ്സ് ഗവേണിംഗ് ദി ഹൈവേ അലൈൻമെൻറ്റ്. These points are classified into two categories: the points through which it should pass and points through which it should not pass. ഒബ്ലിഗേറ്ററി എന്നാൽ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന്, ഇറ്റ് ഷുഡ് പാസ്, നമ്മൾ സെർട്ടൻ പോയിൻറ്റ്സിലൂടെ എന്ത് ചെയ്യണം, നമ്മൾ അലൈൻമെൻറ്റ് പാസ് ചെയ്യേണ്ടി വരും, നിർബന്ധമായിട്ട് പാസ് ചെയ്യേണ്ട പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് പാസ്, സെർട്ടൻ പോയിൻറ്റ്സിലൂടെ അത് പാസ് ചെയ്യാതിരിക്കും വേണ്ടി വരും. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാം, ഹൈവേൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൺട്രോളിങ് പോയിൻറ്റ്സ് ആണ് ഹൈവേ അലൈൻമെൻറ്റിൻ്റെ. മസ്റ്റ് പാസ് വരുന്ന സ്ഥലങ്ങളാണ് ബ്രിഡ്ജ് സൈറ്റ്. Bridges can be located only where the river has straight and permanent path, and also where the abutment and pier can be strongly founded. The road approach to the bridge should not be curved, and skew crossing should be avoided as possible. Thus, to locate a bridge, the highway alignment may be changed. And mountain. While alignment mountain passes through a mountain, the various alternatives are to either construct a tunnel or go around the hill. The suitability of the alternative depend upon the factors of topography, site condition, and construction and operating cost. Intermediate towns. The alignment may be slightly deviated to connect an intermediate town or village nearby. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ സാധാരണ മസ്റ്റ് പാസ് ഗണത്തിൽ വരുന്നത്. ബ്രിഡ്ജ് വരുന്നുണ്ട്, മൗണ്ടെയിനിലൊക്കെ പാസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് പാസ് ചെയ്യേണ്ടി വരും. പിന്നെ ചെറിയ ടൗണുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കണക്ട് ചെയ്യേണ്ടി വരും. മസ്റ്റ് നോട്ട് പാസ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് പ്ലേസസ്. ദിസ് ഹാവ് ബീൻ പ്രൊട്ടക്റ്റഡ് ബൈ ദി ലോ ഫ്രം ബീങ് അക്വയർഡ് ഫോർ എനി പർപ്പസസ്. ദെർഫോർ ദിസ് പോയിന്റ് ഷുഡ് ബി അവോയ്ഡഡ് വൈൽ അലൈനിങ്. അപ്പോൾ അലൈൻ ചെയ്യുമ്പോൾ റിലീജിയസ് പ്ലേസസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. വെരി കോസ്റ്റ്ലി സ്ട്രക്ചർ. അക്വയറിംഗ് സച്ച് സ്ട്രക്ചേഴ്സ് മീൻ ഹെവി കോമ്പൻസേഷൻ which would result in an increase in initial cost. So, alignment may be deviated not to pass through that point. Presence of lake or pond on the alignment path would also necessitate the deviation of the alignment. Pond, lake ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ ഡിവിയേറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് മസ്റ്റ് നോട്ട് പാസസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. ട്രാഫിക്. ദ അലൈൻമെൻറ്റ് suit the traffic requirements based on the origin destination data. Desired line should be drawn. The new alignment should be drawn keeping in view of the desired line traffic flow. അപ്പോൾ ട്രാഫിക് ഫ്ലോവിനനുസരിച്ച് ആയിരിക്കണം നമ്മൾ എന്ത് അലൈൻമെൻറ്റ് കൃത്യമായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ജോമെട്രിക് ഡിസൈൻ ഫാക്ടേഴ്സ് such as gradient, radius of the curve, side distance also govern the alignment of the road. അപ്പോൾ നമ്മൾ ജോമെട്രിക്സിൽ വരുന്നതാണ് ഗ്രേഡിയൻറ്റ്, റേഡിയസ് ഓഫ് ദി കർവ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അലൈൻമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ എക്കണോമിയാണ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എല്ലാത്തിനേക്കാളും. ദ അലൈൻമെൻറ്റ് ഫൈനലൈസ് ഷുഡ് ബി എക്കണോമിക്കൽ. ഓൾ ത്രീ കോസ്റ്റ്, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷുഡ് ബി മിനിമം. നമ്മളെ അലൈൻമെൻറ്റ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി അറ്റ് ദി മിനിമം കോസ്റ്റ്, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എല്ലാം അറ്റ് ദി മിനിമം ആയിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് എഞ്ചിനീയറിംഗ് സർവേ ഫോർ ഹൈവേ ലൊക്കേഷൻസ്. സർവേ ടു ബി ക്യാരിഡ് ഔട്ട് ആർ മാപ്പ് സ്റ്റഡി. മാപ്പ് സ്റ്റഡി മീൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടോപ്പോഗ്രഫിക് മാപ്പ് ഇറ്റ് ഈസ് പോസിബിൾ ടു സജസ്റ്റ് ദ ലൈക്ലി റൂട്ട് ഓഫ് ദി റോഡ്. ഇൻ ഇന്ത്യ, ടോപ്പോഗ്രഫിക് മാപ്സ് ആർ അവൈലബിൾ ഫ്രം ദി സർവേ ഓഫ് ഇന്ത്യ വിത്തിൻ 15 of 30 meter contour interval. The main features like river, hill, valley, etc. are also shown in this map. നമ്മൾ ഒരു റഫ് ആയിട്ടുള്ള റൂട്ട് അലൈൻമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ദിസ് മാപ്പ് സ്റ്റഡിയാണ്. റെക്കഗ്നൈസൻസ്. ഇറ്റ് ഈസ് ദ റാപ്പിഡ് ആൻഡ് റഫ് സർവേ. ഡ്യൂറിംഗ് ദി സർവേ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഏരിയ ആർ ഇൻസ്പെക്റ്റഡ് ആൻഡ് ദി പ്രപ്പോസ്ഡ് റൂട്ട് ഈസ് തറോലി എക്സാമിൻഡ്. ഇറ്റ് ഈസ് ഡൺ വിതൗട്ട് ദി അക്യുറേറ്റ് ഇൻസ്ട്രുമെൻറ്റ്. Clinometer are used to determine the slope of the ground. The objects are to study the feasibility and practicability of the proposed route. And second one is to reduce the number of alternative route to minimum, select 2 or 3. പിന്നെ നമ്മൾ സെക്കൻഡ് ചെയ്യുന്നതാണ് റെക്കഗ്നൈസൻസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് സർവേ നടത്തിയിട്ട് നമ്മൾ ഒന്ന് മിനിമം റൂട്ട്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂട്ട് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണെന്ന് റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്.
Preliminary survey എന്ന് പറഞ്ഞാൽ this can be started on the basis of reconnaissance. It consists of detailed survey of alternative routes selected. After reconnaissance, it is done by using instruments such as stain, compass, tape, level, theodolite. Objects എന്ന് പറഞ്ഞാൽ to select the best route, to determine the center line to be followed, to collect the additional information found necessary after the reconnaissance. And final one is the final location and detailed survey. The alignment finalized after the preliminary survey is to be first located on the field by establishing the center line. This is done accurately by using instrument. The final route selected after the preliminary survey is surveyed and located on the ground. The objective of the final location and detailed survey are to establish the temporary benchmark, to collect the information required for the preparation of working of drawings, for the preparation of detailed estimate, the design of roads and bridges, and preparing specification and land acquisition. ഇതൊക്കെയാണ് ഇത് വരുന്നത് ഫൈനൽ ലൊക്കേഷൻ സർവേയിൽ വരുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത്ര കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസും കൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ജോമെട്രിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജോമെട്രി, ഒരു ഹൈവേൻ്റെ ജോമെട്രിക്കൽ കാര്യങ്ങളാണ്. ദാറ്റ് ഇസ് സൈഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ഗ്രേഡിയൻസ്, അതുപോലെ തന്നെ ക്യാമ്പർ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ ഹൈവേ ജോമെട്രിക്സിൽ വരുന്നതാണ്. The geometric design of highway deals with the dimension and layout of visible features of the highway. അതിൻ്റെ വിസിബിൾ ഫീച്ചേഴ്സിൻ്റെ ഡിസൈനാണ് വരുന്നത്. The emphasis of the geometric design is to address the requirement of driver and vehicle as safety, comfort and efficiency. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവറിൻ്റെ വെഹിക്കിളിൻ്റെ ഒക്കെ സേഫ്റ്റി, കംഫർട്ട് ആൻഡ് എഫിഷ്യൻസി അത് അഡ്രസ്സ് ചെയ്യുന്നതാണത് ജോമെട്രിക് ഡിസൈൻ വരുന്നത്. നോർമലി കൺസിഡർ ആർ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ്, സൈഡ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ കർവേച്ചർ, ഗ്രേഡിയൻസ്, ഇൻ്റർസെക്ഷൻസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഇറ്റ് ഈസ് ഹൈവേ ജോമെട്രിക്സിൽ വരുന്നതാണ്. ദ ഡിസൈൻ ഓഫ് ദിസ് ഫീച്ചേഴ്സ് ഈസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡ്രൈവർ ബിഹേവിയർ ആൻഡ് സൈക്കോളജി, വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സ്പീഡ് ആൻഡ് വോളിയം. അപ്പോൾ നമ്മൾ ഡിസൈൻ ഫീച്ചേഴ്സ് മെയിനായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവറിൻ്റെ ബിഹേവിയർ ഉണ്ട്, സൈക്കോളജി ഉണ്ട്, വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ദാറ്റ് ഈസ് സ്പീഡ്, വോളിയം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ജോമെട്രിക് ഡിസൈൻ വിൽ ഹെൽപ്പ് ഇൻ ദി റിഡക്ഷൻ ഓഫ് ആക്സിഡൻറ്റ് ആൻഡ് ദെയർ സിവിറിറ്റി. Therefore, the objective of geometric design is to provide optimum efficiency in traffic operation and maximum safety at reasonable cost. അപ്പോൾ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു have the optimum efficiency in traffic operation and maximum safety. Design speed, അപ്പോൾ ഇതിൽ വരുന്ന ഒരു ടേമാണ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. ഡിസൈൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ is the single most important factor that affect the geometric design. It directly affects the side distance, horizontal curve, the length of vertical curves, since the speed of vehicle vary with the driver, terrain, etc. The design speed is adopted for all geometric design. Design speed is defined as the highest continuous speed at which the individual vehicle can travel with safety on the highway when weather conditions are conducive. അപ്പോൾ നമ്മൾ ജോമെട്രിക് ഡിസൈനിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എന്ത്, സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജോമെട്രിക് ഡിസൈനിൽ ഉപയോഗിക്കുന്ന സ്പീഡ് എന്ന് പറയുന്ന പേരാണ് ഡിസൈൻ സ്പീഡ്. നമ്മൾ ഡിസൈൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു റോഡിലൂടെ പോകാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് സ്പീഡാണ് എന്താ, ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. ഡിസൈൻ സ്പീഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ലീഗൽ സ്പീഡ് ലിമിറ്റ്, വിച്ച് ഈസ് സ്പീഡ് ലിമിറ്റ് imposed to curb the common tendency of driver to travel beyond the accepted safe speed. The same speed is also different from the desired speed, which is maximum speed at which the driver would travel when unconstrained by either traffic or local geometry. അപ്പോൾ ഡിസൈൻ സ്പീഡും ലീഗൽ സ്പീഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലീഗൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ സ്പീഡിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഡ്രൈവറിൻ്റെ കൂടുതൽ സ്പീഡിൽ പോകുന്ന ഒരു അൺസേഫായിട്ട് പോകുന്ന ടെൻഡൻസിയെ കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് വരുന്നത്, ലീഗൽ സ്പീഡ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഡിസൈഡ് സ്പീഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസൈഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാഫിക് ഒന്നും ഇല്ലാത്ത സമയത്ത് മാക്സിമം ആ ഡ്രൈവർ
പോകാൻ ആഗ്രഹിക്കുന്ന സ്പീഡിലാണ് എന്ത് പറയുന്നത്, ഡിസൈർഡ് സ്പീഡ് എന്ന് പറയുന്നത്. Since there are wide variation in speed adopted by different drivers and by different type of vehicle, design speed should be selected such that it satisfy nearly all drivers. At the same time, a higher design speed has cascading effect in other geometric design and thereby cost escalation. Therefore, an 85 percentile speed is normally adopted. That 85th percentile speed is means the speed so defined that speed is greater than the speed of 85% of the driver. In some countries, this is as high as 95 to 98 percentile speed. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഹയസ്റ്റ് സ്പീഡല്ല സാധാരണ എടുക്കാറ്. നമ്മൾ എല്ലാ വണ്ടികളും കൺസിഡർ ചെയ്യണം. ഒരു വണ്ടീനെ മാത്രമല്ല, കുറേ വണ്ടികൾ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസൈൻ സ്പീഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സാധാരണ ഒരു 85th percentile സ്പീഡ്. 85th percentile സ്പീഡ് എന്ന് പറഞ്ഞാൽ 85% ആൾക്കാരും ആ സ്പീഡിന് താഴെയാണ് എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ചില കൺട്രീസിന് 95 to 98. അപ്പോൾ 98% സ്പീഡ് എന്ന് പറഞ്ഞാൽ 98 അല്ലെങ്കിൽ 95% ആൾക്കാരും ആ സ്പീഡിന് താഴെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഡിസൈൻ സ്പീഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇനി ടോപ്പോഗ്രഫി. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് അഫക്ട് ദി ജോമെട്രിക് ഡിസൈൻ ഈസ് ദ ടോപ്പോഗ്രഫി. It is easier to construct road with the required standard for a plain terrain. However, for a given design speed, the construction cost increase the multiform with the gradient and terrain. Therefore, geometric design standards are different for different terrain to keep the cost of construction and time of construction under control. This is characterized by sharper curves and steeper gradients. അപ്പോൾ നമ്മൾ പ്ലെയിനിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജോമെട്രിക്ക് ഡിസൈൻ ചെയ്യാൻ, കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ, റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ ടോപ്പോഗ്രഫി മാറുമ്പോഴത്തേന് എന്ത് ചെയ്യും, അതിന് വ്യത്യാസം വരുന്നുണ്ട്. അതിന് കൺസ്ട്രക്ഷൻ റിസ്ക് വളരെ കൂടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജോമെട്രിക്സിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. ഇനി അതർ ഫാക്ടേഴ്സ് ആർ വെഹിക്കിൾ, ഹ്യൂമൻ, ട്രാഫിക്, എൻവയോൺമെൻറ്റൽ, economy and others. Vehicle എന്ന് പറഞ്ഞാൽ the dimension, the weight of axle, the operating characteristics of the vehicle influence the design aspects such as width of the pavement, radius of the curve, clearance, parking geometries. A design vehicle which has standard weight, dimension and operating characteristics that are used to establish highway design controls to accommodate the vehicle of designated type. അപ്പോൾ നമ്മൾ വിഡ്ത്ത്, അതുപോലെ തന്നെ കർവിൻ്റെ റേഡിയസ്, ഇതെല്ലാം തീരുമാനിക്കുന്നത്, പാർക്കിംഗ് ജിയോമെട്രിക്സ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് വെഹിക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വെഹിക്കിൾസിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ഉണ്ടാവും. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ജോമെട്രിക് ഡിസൈനർ, ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡ്രൈവർ ആൻഡ് പെഡസ്ട്രിയൻ ലൈക്ക് ദ റിയാക്ഷൻ ടൈം. അപ്പോൾ നമ്മൾ അത് ഡ്രൈവേഴ്സൊക്കെ സാധാരണ അത് ഉപയോഗിക്കുന്ന ആളുകൾ ഹ്യൂമൻ ആയതുകൊണ്ട് വി ഹാവ് ടു കൺസിഡർ ദി ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രാഫിക്. ഇറ്റ് വിൽ ബി അൺഎക്കണോമിക്കൽ ടു ഡിസൈൻ ദി റോഡ് പീക്ക് traffic flow. Therefore, the reasonable value of traffic volume is selected as the design hourly volume, which is determined for the various traffic data collected. The geometric design is thus based on this design volume and capacity, etc. Environmental factors like air pollution, noise pollution, etc. should be given due consideration in the geometric design of roads. And economy. The design adopted should be economical as far as possible. It should match with the funds allocated for the capital cost and maintenance cost. Others are geometric design should be such that the aesthetic of the region is not affected. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, we have to consider while designing our geometrics of the road. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഒരു 1-2 ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു മൊഡ്യൂൾ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.